അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. AI സാങ്കേതിക വിദ്യയിലൂടെ ഒരു വാർത്ത, ഒരു സംഭവം ചെയ്തപ്പോൾ അത് ജനങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ്. കൃത്യമായി അത് AI ഉപയോഗിക്കാത്തത് കൊണ്ടാണ് ആ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ വാളാടിയിൽ നിന്നും കഞ്ചാവ് ചെടി പിടികൂടിയ സംഭവത്തിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ അത് വാർത്തയാവുകയും ചെയ്തിരുന്നു. ആ മാധ്യമ വാർത്ത ഓൺലൈൻ ചാനലുകളൊക്കെ എടുത്തിട്ടപ്പോൾ AI ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു പോസ്റ്ററാണ് തയ്യാറാക്കിയത്. അപ്പം ലയത്തിന് മുൻവശത്തു നിന്നും കഞ്ചാവ് ചെടി പിഴുതെടുക്കുന്ന എക്സൈസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ അവിടെ നിൽക്കുന്ന തൊഴിലാളികളും, തൊട്ടടുത്ത് തന്നെ ലയവും. അങ്ങനെയല്ലായിരുന്നു വാർത്ത. നമ്മൾ കൃത്യമായി ആ വാർത്ത നമ്മുടെ മാധ്യമത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചതാണ്. AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ, കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കൂടി കാരണമാകേണ്ടി വരും. ഇന്ന് വാളാടി എസ്റ്റേറ്റിലെ ചെറുപ്പക്കാരും അതോടൊപ്പം തന്നെ അവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകൾ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. വാർത്ത കാണാം. AI സാങ്കേതിക വിദ്യയിലെ കുരുക്കുകൾ. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. ഓരോ ചുവടിലും ഞങ്ങളുണ്ടാകും നിങ്ങളോടൊപ്പം. MKM പോളിക്ലിനിക് ആൻഡ് ഡയബറ്റീസ് സെന്റർ, കുമളി. വണ്ടിപ്പെരിയാർ വാളാടി എസ്റ്റേറ്റിൽ മോങ്കുലാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ എസ്റ്റേറ്റ് വക സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം 70 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം കാണുന്നത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയും അവർ എത്തി കഞ്ചാവ് ചെടി പിഴുതെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. സംഭവം മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു. എന്നാൽ AI ഉപയോഗിച്ചുകൊണ്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ നൽകിയ വാർത്തയുടെ ചൂടെ നൽകിയിരുന്നത് എസ്റ്റേറ്റ് ലയവും മുന്നിൽ കുറച്ച് തൊഴിലാളികളും അവിടെ നിന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ കഞ്ചാവ് ചെടി പിടികൂടുന്ന ചിത്രവുമാണ്. ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ഒട്ടനവധി കായിക പ്രേമികൾ ഉള്ള വാളാടിയിലെ ചെറുപ്പക്കാർക്ക് വെല്ലുവിളി ആയിരിക്കുകയാണ്. ഫുട്ബോൾ ആവേശം നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ അർജന്റീന, പോർച്ചുഗൽ, ബ്രസീൽ തുടങ്ങി ജർമ്മനിക്ക് വരെ ആരാധകരായ ചെറുപ്പക്കാരാണ് ഇവിടെയുള്ളത്. അത്രയധികം കായിക പ്രേമികളും ഉണ്ട്. ഇതുകൊണ്ട് തന്നെ വാളാടി എസ്റ്റേറ്റിൽ ലയത്തിന് മുന്നിൽ നിന്നും കഞ്ചാവ് ചെടി പിഴുതെടുക്കുന്ന AI ചിത്രം പ്രചരിച്ചതോടെ നിരവധിയായ സാമൂഹ്യ ചോദ്യങ്ങളാണ് ഇവർക്ക് നേരെ വന്നത്. തുടർന്ന് FB പോസ്റ്റ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ പ്രതിഷേധം അറിയിച്ചതോടെ വീണ്ടും ഒരു AI ചിത്രം, അതാകട്ടെ നടു റോഡിൽ നിന്നും കഞ്ചാവ് ചെടി പിഴുതെടുക്കുന്ന ചിത്രം. വണ്ടിപ്പെരിയാറിന്റെ കായിക രംഗത്ത് വാളാടി എസ്റ്റേറ്റിന്റെ കയ്യൊപ്പില്ലാത്ത ഒരു കായിക മത്സരങ്ങളും നടന്നിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് റോഡരികിൽ നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തിയത് ആശങ്കയ്ക്ക് ഉളവാക്കുന്നുണ്ട് എന്നും ഇതുപോലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിശദീകരണം നൽകുമ്പോൾ തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്നും ഗ്രാമപഞ്ചായത്ത് അംഗം പറഞ്ഞു. കഴിഞ്ഞ ദിവസം വാളാടിയിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയെന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷേ അത് വാളാടിയിലല്ല, ഈ ചെങ്കര ആണക്കുഴി റോഡ് മെയിൻ റോഡിൻ്റെ സമീപമായിട്ട് കിട്ടിയ സംഭവമാണ്. പക്ഷേ ആ വാർത്ത വാളാടി ലയൻസിന് സമീപത്തായിട്ട് കണ്ടെത്തിയെന്ന് പറഞ്ഞ് വാർത്ത ഫേക്കായിട്ട് വാർത്ത വന്നു. അതുകൊണ്ട് ഇവിടുത്തെ പിള്ളേർക്കും ഞങ്ങൾക്കും തൊഴിലാളികൾക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് മാറിയിരിക്കും. അത് ഇവിടുത്തെ കുട്ടികളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും കായിക വിദ്യാഭ്യാസ മേഖലയിൽ തിളങ്ങിയിരിക്കുന്നവരാണ്. ലയത്തിൽ കഞ്ചാവ് ചെടി നട്ടു വളർത്തി തൊഴിലാളികൾ നട്ടു വളർത്തി പണം സമ്പാദിക്കുന്ന രീതിയിലൊരു വാർത്ത വന്നിട്ടുണ്ടായി. ഈ ഒരു വാർത്ത തികച്ചും തെറ്റായ ഒരു വാർത്തയാണ്. ശരിക്കും ഈ കഞ്ചാവ് ചെടി കണ്ട സ്ഥലം എന്ന് പറയുന്നത് വണ്ടിപ്പെരിയാറ്റിൽ നിന്നും വാളാടി വഴി ചെങ്കര റൂട്ടിൽ പോകുന്ന റോഡ് സൈഡിലാണ് ഇത് കണ്ടത്. ഇത് ഏതാണ്ട് ഒരു വഴിപോക്കനാണ് ഈ ചെടി കൊണ്ട് ഇവിടെ വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ വെച്ചതിൻ്റെ കാരണം അതെന്താണെന്ന് അറിയില്ല. പക്ഷേ അത് ഏകദേശം ഈ എസ്റ്റേറ്റിലുള്ള യുവാക്കൾക്കും തൊഴിലാളികൾക്കും കളങ്കം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലാണ് വാർത്ത വന്നിട്ടുള്ളത്. ഈ വാർത്ത ശരിക്കും നിരസിക്കുകയും ചെയ്യുന്നു. ഇവിടുന്ന് ഞങ്ങൾ പ്രതിഷേധം അറിയിക്കുന്നു. AI സാങ്കേതിക വിദ്യ ഇന്നത്തെ കാലഘട്ടത്ത് ഒട്ടനവധി ഗുണകരമാകുന്നുണ്ട് എങ്കിലും ഇതുപോലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ തെറ്റായ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്ന പോലെയാകും. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന വലിയ മുന്നറിയിപ്പാണ് ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.